നമസ്കാരം. ശബരിമലയിൽ അമ്പലപ്പുഴ സംഘത്തിന് നേരെ പോലീസിന്റെ പൈശാചികമായ ആക്രമണം. സമൂഹ പെരിയോനായ എൻ ഗോപാലപിള്ളയെ 18ാം പടിയിൽ നിന്ന് തള്ളി വീഴ്ത്തുകയായിരുന്നു. അതായത് അവിടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് എത്തിയ 250ഓളം അയ്യപ്പ ഭക്തന്മാർക്ക് നേരെയായിരുന്നു പോലീസിൻ്റെ ഈ ആക്രോശം. ഈ യൂസ്ലെസ്സുകളെ എന്തിനാണ് ശബരിമലയിൽ കയറ്റി വിട്ടത്, എന്താണോ നിങ്ങൾക്കിവിടെ കാര്യം എന്നുള്ള രീതിയിലാണ് പോലീസിൽ നിന്ന് ഭക്തന്മാർക്ക് നേരെ പ്രതികരണം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരിയായ ശ്രീ KP ശശികൽ ടീച്ചറാണ്. നമസ്കാരം ടീച്ചർ. നമസ്കാരം ടീച്ചർ. നേരത്തെ വിളിച്ചായിരുന്നു ടീച്ചർ. ഇപ്പോ ടീച്ചർ, നമ്മുടെ ഇന്നലെ രാത്രിയില് അമ്പലപ്പുഴ സംഘത്തെ പോലീസ് ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് പെരിയസ്വാമിയെ ചവിട്ടിത്തള്ളിയിട്ടു എന്നുള്ള ഒക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയുന്നത്. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ടുള്ള അമ്പലപ്പുഴ സംഘത്തിന് നേരിട്ടൊരു ആക്രമണത്തെ നമ്മളിതിപ്പോ എങ്ങനെയാണ് കാണേണ്ടത്? ഇത്തരം ഒരു ആചാരം നിർവഹിക്കാനാണ് അവരെത്തിയത്. അല്ല, അങ്ങനെ കാരണം ഇത് ഒന്ന് എന്തിനാണ് അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കണത് എന്ന് പോലീസുകാർക്ക് അറിയില്ല. അവരെ അറിയിപ്പിക്കണം എന്നവരെ നിർത്തുന്നവർക്കുമില്ല. കാരണം അവരൊരു അങ്ങാടിയിലെ തല്ല് നിയന്ത്രിക്കാൻ പോണവരല്ല. ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ ഭക്തിയോടുകൂടി വരുന്നവരെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ അവർക്ക് വരുന്നില്ല. കേവലം തിരക്ക് നിയന്ത്രിക്കാനല്ല അവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ആചാരസ്ഥാനീയരെയൊക്കെ ഇത്തരത്തിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാല് ഇത് ഭക്ത മനസ്സുകളിൽ ഉണ്ടാക്കുന്ന വേദന വളരെ കൂടുതലാണ്. അവരെപ്പോഴും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് വരുന്നു. അപ്പൊ ഇത് ദേവസ്വം ബോർഡിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വലിയൊരു വീഴ്ചയാണ് ഇതിൽ കാണുന്നത്. ആ താല്പര്യക്കുറവും ഭക്തർക്ക് ഭംഗിയായി ദർശനം നടത്തി പോകാൻ, അവർക്ക് ആ ആധ്യാത്മികമായ ആ ഒരു അന്തരീക്ഷത്തില് അവരുടെ മനസ്സിന് ശാന്തി കിട്ടത്തക്ക വിധത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു സെക്കൻഡ് കാണാൻ സാധിച്ചുള്ളൂ എങ്കിലും അത് സംതൃപ്തിയോടുകൂടി ദർശനം നടത്തി തിരിച്ചു പോകാൻ പറ്റണം. അവിടെ എന്താണ് അക്രമത്തിന്റെ സ്ഥാനമുള്ളത്? ഈ ചവിട്ടി തല്ലിടാൻ എന്തൊക്കെയുള്ള അക്രമത്തിന്റെ സ്ഥാനം എവിടെയാണ് അവിടെ ഉള്ളത്? അപ്പോ തീർച്ചയായും അത് ഈ രണ്ട് കൂട്ടരുടെയും ഭാഗത്തുനിന്ന് പറ്റിയ വളരെ വലിയൊരു കൃത്യവിലോപമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടേക്ക് വിടുന്ന പോലീസുകാർക്ക് വളരെ കൃത്യമായി ട്രെയിനിങ് കൊടുക്കണം. അവർക്കിതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പോലീസും അയ്യപ്പനാണെന്ന് കരുതിയിട്ടാണ് ഭക്തൻ വരുന്നത്. പോലീസിനെ അവർ അയ്യപ്പനാണ് അവിടെ പറഞ്ഞത്, പോലീസ് അയ്യപ്പനാണ് അവിടെ വരുന്നവർ. ആ ഒരു ധാരണ അവർക്കുണ്ടാകണം. എങ്കിൽ അയ്യപ്പന്മാരോട് നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കും. ഇത് അത്യന്തം നിന്ദ്യമായൊരു നടപടിയാണ് അവിടെ നടന്നത് എന്നാണ് പറയുന്നത്. എടോ പോടോ എന്നൊക്കെയാണ്. നിങ്ങളെ പോലെയുള്ള യൂസ്ലെസ്സുകളെ ഇങ്ങോട്ട് കടത്തിവിട്ടത് ആരാണടോ എന്നൊക്കെ ആയിരുന്നു ചോദിച്ചതെന്നാണ്. അത് പെരിയസ്വാമിയായിട്ടുള്ള എൻ ഗോപാലകൃഷ്ണ പിള്ളയോട് അടക്കം ഈ രീതിയിലാണ് പോലീസിന്റെ ഒരു ധാർഷ്ട്യം എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞത്. അല്ല, അതാണ് പറയണത്. പോലീസും അയ്യപ്പനാണ്, വരുന്നയാളും അയ്യപ്പനാണെന്ന് പറയുമ്പോൾ അന്യോന്യം സ്വാമി എന്നല്ലാതെ സംബോധന ചെയ്തിരുന്നില്ല. അതിൽ നിന്ന് എങ്ങനെയാണ് എടോപോടയിലേക്ക് എത്തിയത്? അതിന്റെ പിന്നിൽ സ്വാമി എന്ന് സംബോധന ചെയ്യരുത് എന്ന് ഭക്തിയില്ലാത്ത ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം ഉണ്ടായിക്കാണ്. കാരണം സ്വാമി എന്ന് വിളിക്കുന്നതൊക്കെ പിന്തിരിപ്പനാണ് എന്നും അല്ലെങ്കിൽ അത് വർഗീയമാണ് എന്നുമുള്ള തരത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പാണല്ലോ, അതിന്റെ കീഴിലല്ലേ. അപ്പോൾ അത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ എഴുതപ്പെടാത്ത ആജ്ഞകൾ എന്തെങ്കിലും ഉണ്ടാകും സ്വാമി എന്ന് വിളിക്കണ്ട എന്നുള്ളത്. എത്രമാത്രം നിന്ദിക്കുന്നുവോ അത്രമാത്രം നല്ലത് എന്ന നിലയിലായിരിക്കാം അവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർക്ക് കിട്ടുന്ന ഓരോ ഒരു മുതലെടുക്കും. സന്നിധാനത്തു നിന്നൊക്കെ മോശമായ വാർത്തകൾ വരണം എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇനിയിപ്പോ ഇത്രയും തിരക്ക് വരുന്ന ഈ ഒരു സമയത്ത് ആ തിരക്ക് നിയന്ത്രിക്കുമ്പോൾ ഒരു മര്യാദയുള്ളവരും, ഭാഷ എന്ന് പറഞ്ഞാല് അത് പറയുന്നവന്റെയാണ്, കേൾക്കുന്നവന്റെ അല്ല. പറയുന്നവന്റെ സംസ്കാരമാണ്. അപ്പൊ എടോപോടോ എന്ന് പറയുമ്പോൾ ആ പറയുന്നവന്റെ സംസ്കാരമാണ്, പറയിപ്പിച്ചവന്റെ സംസ്കാരമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ, അതായത് ഏതെങ്കിലും മറ്റ് ഇതര മത സമൂഹത്തിനെതിരെയാണ് ഇത്തരം ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ ഇന്ന് കേരളം കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയെന്നെ. ഹിന്ദുവിന് നേരെ ഇത് നടത്തുമ്പോൾ എന്തും ചെയ്യാവുന്നൊരു ധാർഷ്ട്യമാണോ ഇതിന് പിന്നിൽ? തീർച്ചയായും. കാരണം ഹിന്ദുവിന് നേരെ വന്നാൽ സമൂഹം പ്രതികരിക്കില്ല, സംഘടനകളെ പ്രതികരിക്കുള്ളൂ. അതവർക്ക് വ്യക്തമായിട്ട് അറിയാം. സംഘടനകളെ അവർക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുത്ത് മാറ്റി നിർത്താം, അത് എളുപ്പം സാധിക്കും. നേരെ മറിച്ച് മറ്റുള്ളവർ സമൂഹമാണ് പ്രതികരിക്കുക. ഒരു ജില്ലാ കലക്ടറെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് 10,000-കണക്കിന് ആളുകൾ റോട്ടിലിറങ്ങിയത് നമ്മൾ മറന്നിട്ടില്ല. ആലപ്പുഴയിൽ കേവലം ഒരു റവന്യൂ വകുപ്പിന്റെ ഒരു തീരുമാനത്തെ പോലും അട്ടിമറിക്കാൻ കഴിയുന്ന വിധത്തിൽ സമൂഹം ഒന്നിച്ചാണ് പ്രതികരിക്കുന്നത്. എവിടെയും ഉണ്ടായത് റോഡ് ആക്സിഡന്റിന്റെ ഭാഗമായി വന്നൊരു നടപടിയുടെയൊക്കെ പുറത്ത് എത്ര എളുപ്പമാണ് അവർ റോട്ടിലിറങ്ങിയത്. പക്ഷെ ഹൈന്ദവ സമൂഹം ഒരുപാട് മര്യാദക്കാരായി പോയതുകൊണ്ട് സമാജം അവരുടെ വിഷമം ഉള്ളിലൊതുക്കും.
അതിനെ പ്രതികരിക്കാൻ സംഘടനകൾക്ക് മാത്രമാണ് ബാധ്യത എന്ന് കരുതുമ്പോൾ സംഘടനകളുടെ പ്രതികരണത്തെ അവർക്ക് എളുപ്പം തള്ളി മാറ്റാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ മേൽ കുതിര കയറാമെന്നാണ്. കാലം മാറി എന്നറിയണം. അധികാരത്തിന്റെ ഗർവ് ഹൈന്ദവ സമൂഹത്തിന്റെ മേൽ കാണിച്ചാൽ അത് ഒരുപാട് കാലം കണ്ടു നിൽക്കില്ല ഈ സമൂഹം എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ടീച്ചർ.